കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും, ഈ ലോകമഴിയും, കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44 സങ്കീർത്തനം 12 വാക്യം. നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു, അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല. ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടിനെയും അപമാനത്തെയും ഈ വാക്യം വിവരിക്കുന്നു. തങ്ങൾ വിലയില്ലാത്ത വസ്തുക്കളാണെന്ന പോലെ ദൈവം പൂർണ്ണമായി തങ്ങളെ ശത്രുക്ക് ഏൽപ്പിക്കുന്നതായി അവർ മനസ്സിലാക്കുന്നു. ഇന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയായി കാണാം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയൂ. ഈ വാക്യത്തിൽ ദൈവത്തെ വിട്ടുപോയിട്ടില്ലാത്ത ജനങ്ങളുടെ വേദന കാണുന്നുണ്ട്. ഞങ്ങൾ നിൻ്റെ ജനമാണ്, നീ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. എങ്കിലും ഇപ്പോൾ ഞങ്ങൾ അപമാനിക്കപ്പെട്ടു. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനാകാത്ത സമയത്തെ വിശ്വാസത്തിൻ്റെ പോരാട്ടമാണ്. ദൈവം ഇല്ലെന്നല്ല, ദൈവം മൗനത്തിലാണെന്ന് തോന്നുന്നു. പ്രിയ സ്നേഹിതരെ, വിശ്വാസികൾക്കും കഷ്ടത വരാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും വേദനകൾ ഉണ്ടാകാം. കഷ്ടത വരുന്നത് വിശ്വാസത്തിൻ്റെ അഭാവമല്ല, പലപ്പോഴും വിശ്വാസത്തിൻ്റെ ആഴമാണ് അത് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വിലയിരുത്തൽ മനുഷ്യരുടെ കണക്കല്ല. വില കുറഞ്ഞതുപോലെ എന്ന മനുഷ്യരുടെ അനുഭവം യാഥാർത്ഥ്യമായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അവൻ്റെ ജനത്തിന് അത്യന്തം വിലയുണ്ട്. വേദനയിലും ദൈവത്തെ ഉപേക്ഷിക്കരുത്. നിലവിളിയോടെ അവൻ്റെ അടുക്കിലേക്ക് എത്തുക. ദൈവം നമ്മെ വില കുറഞ്ഞവനായി കാണുന്നവനല്ല. നമ്മുടെ അനുഭവങ്ങൾ നമ്മെ അങ്ങനെ തോന്നിപ്പിച്ചാലും അവൻ്റെ സ്നേഹം മാറാത്തതാണ്. ഇന്നത്തെ മൗനം നാളെയുടെ സാക്ഷ്യമായി തീരും. പ്രാർത്ഥിക്കാം. കർത്താവേ, എഴുന്നേൽക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.